മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബാലചന്ദ്രമേനോൻ വൈജയന്തിയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും കുടുംബയോഗം വിളിച്ചുകൂട്ടി എല്ലാവരുടെയും മുൻപിൽ വെച്ച് പരസ്യമായി തുറന്നടിച്ചു. ഒടുവിൽ അയാൾ പിന്തിരിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് അയാൾ നിന്നു. എന്നിട്ട് മടങ്ങി വന്ന് പറയുകയാണ്, ഒരു കാര്യം കൂടി എനിക്ക് പറയുവാനുണ്ട്. നിന്നോട് ഇത്തിരി സഹതാപം അവശേഷിക്കുന്നത് കൊണ്ട് മാത്രം പറയുകയാണ്. നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് നീ പ്രസവിച്ച പെൺകുഞ്ഞു മരിച്ചുപോയി എന്ന് നിന്നെ വിശ്വസിപ്പിച്ച ഈ ചണ്ടാളന്മാരുടെ തനിനിറം 24 കൊല്ലത്തിന് ശേഷമെങ്കിലും നീ തിരിച്ചറിയണം. നീ പ്രസവിച്ച മകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരഗ്നിപർവ്വതം ഉടഞ്ഞെട്ട് ദിക്കിലും പൊട്ടിച്ചിതറി. വൈജയന്തി വീണ്ടും ഉരുകിത്തിളയ്ക്കുന്ന ലാവിയുടെ സമുദ്രത്തിനു മീതെ പൊന്തി. ബാലചന്ദ്രമേനോൻ ഇനിയൊന്നും പറയുവാനില്ലാതെ പിന്തിരിഞ്ഞ് ഇറങ്ങി നടന്നു കഴിഞ്ഞു. ആളുകൾ ഓരോരുത്തരായി ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടതൊന്നും വിശ്വസിക്കാനാവാത്തതിൻ്റെ ഒരു അന്താളിപ്പും ആശ്ചര്യവും എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്നു. ഇതൊന്നും ഇതിനു മുൻപ് ആരും പറഞ്ഞു കേട്ടിട്ട് പോലും ഇല്ലല്ലോ എന്ന് ഭാനുമതി അമ്മ ആരോടെന്നില്ലാതെ ചോദിച്ചപ്പോൾ ശ്രീധരമേനോൻ ചൂണ്ടുവിരൽ തൻ്റെ ചുണ്ടിനു മീതെ അമർത്തിക്കൊണ്ട് സംസാരിക്കരുത് എന്നൊരാംഗ്യം കാട്ടി. അവിടെ ചുമരും ചാരി കണ്ണുകൾ ഇറുകെ അടച്ച് തകർന്നു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മുൻപിൽ വെച്ച് ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കിനും ഔചിത്യബോധത്തിൻ്റെ കണിക പോലും ഉണ്ടാവുമായിരുന്നില്ല എന്നതാണ് സത്യം. ശ്രീധരമേനോൻ ഹാളിന് പുറത്തേക്കിറങ്ങുവാൻ കൈ കാണിച്ചതോടെ ആളുകൾ നിശബ്ദരായി വാതിൽ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. സൗദാമിനിയമ്മ മാത്രം ശബ്ദമില്ലാതെ കരയുന്നുണ്ടായിരുന്നു. മനുശങ്കറും രോഹിത്തും കൂടി അവരെ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. വൈജയന്തി നിൽക്കുന്നതിന് മുൻപിലെത്തിയപ്പോൾ സൗദാമിനിയമ്മ തൻ്റെ ദുർബലമായ കരങ്ങൾ കൊണ്ട് മകളെ പരതി പിടിച്ചു. എന്നിട്ട് ഒരു ദീനസ്വരത്തിൽ വിളിക്കുകയാണ്, എൻ്റെ മോളെ. സർപ്പദംശനമേറ്റതുപോലെ വൈജയന്തി ഞെട്ടി. ഒന്നുകൂടി ചുരുങ്ങിച്ചുളിഞ്ഞ് നിൽക്കുവാനുള്ള കെൽപ്പ് കൂടി നഷ്ടപ്പെട്ട് ചുമരിലൂടെ ഊർന്ന് അവർ നിലത്തേക്കിരുന്നു. ബബിത അമ്മയുടെ അരികത്ത് തന്നെ നിൽക്കുകയാണ്. അവളുടെ കണ്ണിൽ നിന്നും ഇടയ്ക്കിടെ കണ്ണീർ കണങ്ങൾ തുളുമ്പിച്ചാടി. അവൾക്ക് എവിടെയെങ്കിലും പോയെന്ന് പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നു. മനുശങ്കർ അവളുടെ മുഖത്തേക്ക് നോക്കി. അതിലൊരു ഉഗ്രശാസനയുണ്ടായിരുന്നു. ബബിത ഷാള് കൊണ്ട് കണ്ണുകളൊപ്പി അനങ്ങാതെ നിന്നു. സൗദാമിനി അമ്മയെയും കൊണ്ട് മനുശങ്കറും രോഹിത്തും വാതിൽ കടന്നുപോയി. ഇനി ബബിതയും വൈജയന്തി മാത്രമേ മുറിയിൽ അവശേഷിക്കുന്നുള്ളൂ. മറ്റുള്ളവർ കൊല്ലപ്പള്ളി കൈതക്കൽ തറവാട്ടിലെ ഓരോരോ മുറികളിലേക്ക് മുങ്ങാങ്കുഴിയിട്ടു. അടക്കിപ്പിടിച്ച അത്ഭുതം സ്ഫുരിക്കുന്ന സംഭാഷണങ്ങൾ കൊണ്ട് ഓരോ മുറിയും നിറയുകയാണ്. ബബിതയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു. അവൾ കണ്ണു തുടച്ചിട്ട് അതിലേക്ക് നോക്കി. അലീന ചേച്ചിയാണ്. പെട്ടെന്ന് ബബിതയ്ക്ക് കരച്ചിൽ വന്നു. കണ്ണിൽ നിന്നും ഇടതടവില്ലാതെ നീർക്കണങ്ങൾ ഉതിർന്നു. ഹലോ, ആ ബബിതയാ. അവൾ അമ്മയെ നോക്കി. അമ്മ തണുത്തു വിറച്ചിട്ടെന്ന പോലെ മുട്ടിനു മീതെ കൈകെട്ടി അതിനു മീതെ മുഖം കമിഴ്ത്തിയിരിക്കുകയാണ്. തലയുടെ പിൻഭാഗം മാത്രമേ കാണുവാനുള്ളൂ. കഴുത്തിൻ്റെ വശങ്ങളിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. ശ്വാസമോ ചലനമോ ഒന്നുമില്ലാത്തതുപോലെ ഒരു ഇരിപ്പ്. ബബിത ഫോണുമായി വൈജയന്തിയുടെ അടുത്തു നിന്നും പതിയെ നടന്നു നീങ്ങി. ഊണുമുറിയിലേക്ക് കടന്നതും അവിടെ സ്ത്രീജനങ്ങളുടെ അടക്കം പറച്ചിലും ആംഗ്യ വിക്ഷേപങ്ങളും. അവൾ ഫോണിൽ പറയുകയാണ്, അലീന ചേച്ചി, മനുവേട്ടനെ വിളിക്കുമോ പ്ലീസ്, എനിക്കൊന്നും പറയാൻ വയ്യ. അലീനയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ കോള് കട്ട് ചെയ്തു. സ്റ്റെയർ കേസിലപ്പോൾ ശ്രീധരമേനോനോടും ഗോപിനാഥ മേനോനോടും സംസാരിച്ചു നിൽക്കുകയായിരുന്ന ഗംഗാധരമേനോൻ ബബിതയെ കണ്ടു. അവളെ അടുത്തേക്ക് വിളിച്ചു. നീങ്ങുവാ, ഒരു കാര്യം പറയാനുണ്ട്. അയാൾ അവളെ മുകളിലത്തെ ഗസ്റ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് താക്കീതിൻ്റെ സ്വരത്തിൽ അയാൾ പറയുകയാണ്, ഒരു കാര്യം, നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല, മനസ്സിലായല്ലോ? ജയന്തിയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിന്റെ അച്ഛനാണ് പറഞ്ഞത്. അതാരാണെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. അത് കള്ളമാണോ സത്യമാണോ എന്ന് പോലും നമുക്കറിയില്ല. ബബിതയുടെ കണ്ണുകൾ കുറുകി. ഇനി എത്ര ദിവസം മറച്ചു വെക്കും അങ്കിൾ? ഇതിന്ന് രക്ഷപ്പെടാമെന്ന് അങ്കിൾ വിചാരിക്കുന്നുണ്ടോ? ബബിതയുടെ സ്വരത്തിൽ അമർഷം നിറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ഗംഗാധരമേനോൻ പറയുകയാണ്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. വന്നുകൂടിയ ആൾക്കാരൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. ഈ സമയത്ത് മനുശങ്കറും രോഹിത്തും കൂടി സൗദാമിനി അമ്മയെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മനുശങ്കർ അവരുടെ നെറ്റിയിൽ തലോടി. അവൻ എഴുന്നേൽക്കുവാൻ ഭാവിച്ചപ്പോൾ സൗദാമിനി അമ്മ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. മനുശങ്കർ മുത്തശ്ശിയുടെ കൈ പിടിച്ച് കട്ടിലിലേക്ക് തന്നെ ഇരുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഞാനിനി എത്ര നാളുണ്ടെന്ന് എനിക്കറിയില്ല. സൗദാമിനി അമ്മയുടെ ഒച്ച കാറ്റത്തെ ആലില പോലെ വിറകൊണ്ടു. അവർ വീണ്ടും പറയുകയാണ്, മരിച്ചുപോയിന്നാ നിന്റെ മുത്തച്ഛനും രാവുണ്ണിയേട്ടനും ഗംഗാധരനും ശിവനും ഒക്കെ എന്നോട് പറഞ്ഞിരുന്നത്. അന്നും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിനക്കറിയാമെങ്കിൽ എന്നോട് പറ സത്യം. ആരാണത്? എവിടെയാ? മനുശങ്കർ ആ ശുഷ്കിച്ച കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അല്പസമയം മൗനമായിരുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, എൻ്റെ മുത്തശ്ശിയോട് ഞാൻ കള്ളം പറയില്ല. എനിക്കറിയാം ആരാണെന്ന്. മുത്തശ്ശിക്കും അറിയാം. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. കാണെ സൗദാമിനിയമ്മയുടെ കൺകുഴികളിൽ വെള്ളം വന്നു നിറഞ്ഞു. ഒരു ഉറവ കിനിഞ്ഞു വരുന്നത് പോലെ അത് കവിൾച്ചാലുകളിലൂടെ ഒലിച്ചു.
അലീന? അവരുടെ വിറവരണ്ട ചുണ്ടുകൾ മന്ത്രിക്കുകയാണ്. മനുശങ്കർ മിണ്ടിയില്ല. മുത്തശ്ശിയുടെ കയ്യിൽ ഒന്നുകൂടി അമർത്തിപ്പിടിക്കുക മാത്രമാണ് അവൻ ചെയ്തത്. സൗദാമിനിയമ്മ ഇടത് കൈപ്പടം കൊണ്ട് തൻ്റെ കണ്ണുകൾ മറച്ചു. അഗാധമായ വേദനയുടെ ഒരു തേക്കം മാത്രം അവരുടെ നെഞ്ചിൽ നിന്ന് കേട്ടു. കടപ്പാട്ടൂരെ വീട്ടിൽ ആരോടും പരിഭവമില്ലാതെ പണിയെടുത്തുകൊണ്ടിരുന്ന സ്നേഹമയിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം മനസ്സിലിട്ട് സൗദാമിനിയമ്മ തൻ്റെ കണ്ണുനീർ കൊണ്ട് വീണ്ടും വീണ്ടും അവളെ കഴുകി. തുടർന്ന് കാണുന്നത് അലീനയാണ്. അവൾ ഫോണിൽ നമ്പർ പ്രസ് ചെയ്തിട്ട് ഫോൺ കാതോട് ചേർത്ത് പിടിച്ച് മുറിയിൽ കൂടി നടക്കുകയാണ്. ടാനിയ വാതുക്കൽ നോക്കി നിൽപ്പുണ്ട്. കാട്ടിൽ നിന്നിറങ്ങി നാട്ടിലെ മനുഷ്യവലയത്തിൻ്റെ മുൻപിൽ വന്നു പെട്ടുപോയ മാൻകിടാവിനെ പോലെ അലീന പകച്ചും വെപ്രാളം കാട്ടിയും നടക്കുന്നത് ടാനിയ തെല്ല് കൗതുകത്തോടെയാണ് നോക്കി നിന്നത്. മറുവശത്ത് മനുശങ്കർ ഫോൺ എടുത്തതോടെ അലീന ഉദ്വേഗത്തിൻ്റെ കൊടുമുടിയിലെത്തി. മനുവേട്ടാ, അവിടെ എന്തായി? ബബിത വിളിച്ചപ്പോൾ അവൾ പറയുന്നു മനുവേട്ടനെ വിളിക്കാൻ. അലീന, ഒരു മിനിറ്റ്. ആരോ സംസാരിക്കുന്നതിൻ്റെ ചില നുറുങ്ങുകൾ അവൾക്ക് അവ്യക്തമായി കേൾക്കാമായിരുന്നു. ആളുകൾക്കിടയിലാണ് മനുവേട്ടൻ എന്നവൾക്ക് മനസ്സിലായി. മനുവേട്ടാ, അച്ഛൻ വന്നിട്ട് പോയോ? പോയി. അച്ഛൻ എന്തൊക്കെ പറഞ്ഞു? എല്ലാം പറഞ്ഞു. ദൈവമേ, അമ്മ എവിടെ മനുവേട്ടാ? ഇവിടെയുണ്ട്. അമ്മ തനിച്ചാണോ? ബബിത അരികെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇപ്പം എന്താ മനുവേട്ടാ നടക്കുന്നത്? വന്നുകൂടിയവരൊക്കെ ഇത് തന്നെ ചർച്ച ചെയ്യുകയാണെന്ന് തോന്നുന്നു. എല്ലാ മുറിയിലും ആളുണ്ട്. ഇവിടെ ഒരു പ്രൈവസിയുമില്ല. ഒന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അമ്മയുടെ റിയാക്ഷൻ എന്താ മനുവേട്ടാ? അലീന, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. മനുവേട്ടാ, ഞാനാണ് അതെന്ന് എല്ലാവരും അറിഞ്ഞോ? ഇല്ല, അതുമാത്രം അങ്കിൾ പറഞ്ഞില്ല. പക്ഷേ ആൻറ്റി പ്രസവിച്ച കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുത്ത് കെഞ്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് പറയല്ലേ എന്ന്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ലീന. അണക്കെട്ട് പൊട്ടി വരുമ്പോൾ അത് തടയാൻ ഒരു ചിറ കിട്ടിയാൽ മതിയോ? ഞാൻ എല്ലാ വിവരവും ഡീറ്റെയിൽ ആയിട്ട് നിന്നോട് പറയാം. കുറച്ച് കഴിയട്ടെ. ആ, ശരി മനുവേട്ടാ. അലീനയ്ക്ക് അല്പം ആശ്വാസം തോന്നി തുടങ്ങിയിരുന്നു. വലിയ പൊട്ടിത്തെറി ഒന്നും സംഭവിച്ചിട്ടില്ല. വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു സമാധാനം. അമ്മയ്ക്ക് എല്ലാം താങ്ങാനുള്ള ധൈര്യം കൊടുക്കണമെന്ന് അവൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് രോഹിത്തിനെ ഉറക്ക വിളിച്ചുകൊണ്ട് ബബിത സിറ്റൗട്ടിൽ നിന്നും ഓടിക്കയറി വരുന്നത് കണ്ടപ്പോഴേ മനുശങ്കറിന് ദുസ്സൂചന കിട്ടി. അവൻ അമ്പരപ്പോടെ ചോദിക്കുകയാണ്, എന്തു പറ്റിയടി? അമ്മ പോയെന്നു? എങ്ങോട്ട് പോയെന്ന്? ബബിത വേവലാതിയോടെ കൈ കുടഞ്ഞുകൊണ്ട് പറയുകയാണ്, അമ്മ കാറിൽ കയറി പുറത്തേക്ക് പോയി. അവൾ ഗംഗാധരമേനോൻ വിളിച്ചിട്ട് അപ്സ്റ്റെയറിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ വൈജയന്തി ഹാളിലില്ല. അവൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു എന്ന് ഭാനുമതി അമ്മ പറഞ്ഞു. ബബിത പുറകെ എത്തിയപ്പോഴേക്കും വൈജയന്തി കാറിൽ കയറി കഴിഞ്ഞിരുന്നു. ബബിതയ്ക്ക് ഡോർ തുറക്കുവാൻ കഴിഞ്ഞില്ല. അത് അകത്തു നിന്നും ലോക്ക് ചെയ്തിരുന്നു. കാറിന്റെ ജനാല ചില്ലുകളും ഉയർത്തി വെച്ചിട്ടുണ്ട്. ബബിത ചില്ലിൽ തട്ടി വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കാർ സ്റ്റാർട്ട് ചെയ്ത് മുറ്റത്തിട്ട് വളച്ചു. ബബിതയുടെ കാലിൽ കാറിന്റെ ടയർ കയറേണ്ടതായിരുന്നു. കാർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഓടിച്ചുപോയി. മനുശങ്കർ വീണ്ടും ഉദ്വേഗഭരിതനായി ചോദിക്കുകയാണ്, അമ്മ എങ്ങോട്ടാ പോയത്? അത് മനുവേട്ട പാലാ റോഡിലേക്കാണ്. നിമിഷങ്ങൾക്കുള്ളിൽ കൈതക്കൽ വീട്ടിലുള്ള എല്ലാവരും സംഗതി അറിഞ്ഞു. ഗംഗാധരമേനോൻ ഓടിയിറങ്ങി താഴേക്ക് വന്നിട്ട് മനുവിനോട് പറയുകയാണ്, മനു, നീ ബൈക്കെടുത്ത് പെട്ടെന്ന് പുറകിൽ ചെല്ല്. അവളെ ഒറ്റയ്ക്ക് വിടരുത്. മനുശങ്കറും രോഹിത്തും കൂടിയാണ് ബൈക്കിൽ പാഞ്ഞത്. കൈതക്കൽ മാളിക വീട്ടിൽ എല്ലാവരും സംഭ്രമത്തിലായിരുന്നു. ഗോപിനാഥമേനോൻ അപ്പോൾ ചോദിക്കുകയാണ്, അവളെന്താ മക്കളെ പോലും വിളിക്കാതെ ഇറങ്ങി ഓടിക്കളഞ്ഞത്? എങ്ങോട്ടാ അവൾ പോയത്? അതിന് കമല, വേറെ എവിടെ പോകാനാ? വീട്ടിലോട്ടായിരിക്കും. അങ്ങനെയായിരിക്കുമെന്ന് മറ്റുള്ളവരും വിചാരിച്ചു. ബാലചന്ദ്രമേനോൻ എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുവാൻ വൈജയന്തിക്ക് സ്വാഭാവികമായും വിഷമം കാണുമെന്ന് അവർക്കറിയാം. എങ്കിലും ഗംഗാധരമേനോനും ശിവശങ്കരമേനോനും വൈജയന്തിയുടെ പെട്ടെന്നുള്ള പോക്കിൽ ആശങ്കയായിരുന്നു. ഗംഗാധരമേനോൻ പറയുകയാണ്, അവൾ വല്ല കടുങ്കയും ചെയ്തു കളയുമോ എന്നാണ് എനിക്ക് പേടി. ഒന്നാമതേ വാശിക്കാരി, അതിൻ്റെ കൂട്ടത്തിൽ ദുരഭിമാനവും. നല്ല വേഗത്തിലാണ് മനുശങ്കർ കാർ ഓടിച്ചത്. പക്ഷേ പാലാ ടൗണിൽ ചെല്ലുന്നതിനിടയിൽ ഒന്നും വൈജയന്തിയുടെ കാർ കാണാനായില്ല. രോഹിത് അപ്പോൾ പറയുകയാണ്, മനുവേട്ട, നമുക്ക് വീട്ടിലോട്ട് പോയി നോക്കാം. മനുശങ്കർ വൈജയന്തിയുടെ വാടക വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു. ഗേറ്റിന് മുൻപിൽ എത്തിയപ്പോഴേ മനസ്സിലായി വൈജയന്തി അവിടെ ചെന്നിട്ടില്ല. കാർ പോർച്ചിലില്ല. ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഷോപ്പിൽ പോയി നോക്കിയാലോ? ഇന്ന് ഞായറാഴ്ചയല്ലേ, 2 ഷോപ്പും അവധിയാ. വേണമെങ്കിൽ കടപ്പാട്ടൂർ പോയി നോക്കാം. അങ്ങോട്ട് പോകുമോ ആൻറ്റി? അത് പൂട്ടിയിരിക്കുകയല്ലേടാ. അച്ഛൻ്റെ അടുത്ത് നീ പോയി കാണുമോ? നോക്കാം. മനുശങ്കർ നേരെ ബാലചന്ദ്രമേനോൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ബൈക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ റൂം പൂട്ടിയിരിക്കുന്നതായി കണ്ടു. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ 9:30 പോയെന്നും പിന്നെ തിരിച്ചു വന്നില്ലെന്നും മറുപടി കിട്ടി. രോഹിത്ത് അമ്മയുടെ മൊബൈൽ നമ്പറിൽ വിളിച്ചു നോക്കി. പക്ഷേ കോൾ പോകുന്നില്ല. രോഹിത്ത് മനുവിനോട് പറയുകയാണ്, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക മനുവേട്ടാ. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ ബൈക്കിന് സമീപം നിന്നു. നമുക്ക് തിരിച്ചു പോകാം. മുതിർന്നവരുണ്ടല്ലോ വീട്ടിൽ, അവരാലോചിക്കട്ടെ. മനുശങ്കർ പറഞ്ഞുകൊണ്ട് രോഹിത്തിനെയും കൂട്ടി കൊല്ലപ്പള്ളിയിലേക്ക് മടങ്ങി.
വൈജയന്തി വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നറിഞ്ഞതോടെ ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും അടക്കം ബന്ധുക്കൾക്കെല്ലാം പരിഭ്രാന്തിയായി. ചില വീടുകളിൽ വിളിച്ച് വൈജയന്തിയെക്കുറിച്ച് തിരക്കി. അതുവരെ മൗനമായി നിന്ന രാജീവ് മേനോൻ അപ്പോൾ പറയുകയാണ്, അവൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വിളിച്ചു നോക്ക്, അവിടെ എവിടെയെങ്കിലും ചെന്ന് കാണും. രോഹിത് ഇതിനിടയിൽ അലീനയെ വിളിച്ച് അമ്മയെ കാണാനില്ലെന്നും കാറിൽ കയറി എങ്ങോട്ടോ പോയിരിക്കുകയാണെന്നും അറിയിച്ചു. അതുവരെ പരിഭ്രാന്തയായി നടന്നിരുന്ന അലീന അത് കേട്ടപ്പോൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എങ്ങോട്ട് പോയാലും അമ്മ തിരിച്ചു വരുവടാ, നീ ധൈര്യം കൈവിടാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ അവൻ വീണ്ടും പറയുകയാണ്, അലീന ചേച്ചി, അച്ഛനും എവിടെയാണെന്ന് അറിയില്ല, അച്ഛൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല. അപ്പോൾ അലീന പറയുകയാണ്, മോനെ രോഹിത്തെ, നീ ഇനി കൊല്ലപ്പള്ളിയിൽ നിൽക്കണ്ട, ബബിതയും കൃഷ്ണമോളയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. അമ്മ എന്തായാലും ഇനി കൊല്ലപ്പള്ളിയിൽ വരില്ല, വാടക വീട്ടിലേക്കേ വരൂ. ചേച്ചി, എല്ലാവരും ഇവിടെ പേടിച്ചിരിക്കുകയാണ്. അമ്മയുടെ സ്വഭാവത്തിന് ചിലപ്പോ നീ ചുമ്മാതെ മണ്ടത്തരം പറയാതടാ, അമ്മയ്ക്ക് ഒരാപത്തും വരില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നാൽ മതി. പിന്നെ പ്രാർത്ഥിക്കണം കേട്ടോ, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ തോന്നണമെന്ന്. അലീനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രോഹിത്തിന് അല്പം ആശ്വാസമായി. താനും ബബിതയും കൃഷ്ണജയും കൂടി വീട്ടിലേക്ക് പോവുകയാണെന്ന് അവൻ മനുശങ്കറെ അറിയിച്ചു. ഇവിടുത്തെ ആൾക്കൂട്ടത്തിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയിൽ നിന്ന് മാറുന്നത് തന്നെയാണ് നല്ലതെന്ന് മനുശങ്കറും അനുകൂലിച്ചു. സമയം 5 മണിയോടടുത്തിരിക്കുന്നു. മുറ്റത്തെ പൂമരങ്ങളുടെ നിഴൽ കിഴക്കോട്ട് ചാഞ്ഞു കിടക്കുകയാണ്. മഞ്ഞ നിറം കലർന്ന വെയിലിലൂടെ എൽസമ്മയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടാനിയ. ഇടയ്ക്കൊന്ന് വേച്ചുപോയാൽ മാത്രമേ അവൾ കൈ താങ്ങി സഹായിക്കുകയുള്ളൂ. അത്ര പോലും ആവശ്യമില്ല, എങ്കിലും ഒരു മുൻകരുതൽ മാത്രം. നായ്ക്കളെല്ലാം അവയുടെ കൂടുകളിൽ കിടന്ന് കുരച്ചു ബഹളമുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ടാനിയ ശ്രദ്ധിച്ചത്. അപരിചിതരായ ആരോ വരുന്നുണ്ട്. താഴെ നിന്ന് ഒരു കാറിൻ്റെ ഇരമ്പൽ കേൾക്കാം. പിന്നെ ഒരു കാറിൻ്റെ ബോണറ്റ് കണ്ണിൽപ്പെട്ടു. അത് പൂന്തോട്ടത്തിലൂടെ മുറ്റത്തേക്ക് വരികയാണ്. നായ്ക്കളുടെ ഗർജനം കലശലായി. വീടിൻ്റെ ഉള്ളിൽ നിന്നും 2-4 എണ്ണം പാഞ്ഞു വന്ന് ഇതിനകം നിർത്തിക്കഴിഞ്ഞ കാറിന് നേർക്ക് കുരച്ചുകൊണ്ട് ചാടി. ടാനിയ കൈയെടുത്ത് ആംഗ്യം കാട്ടി ശാസിച്ചതോടെ നായ്ക്കൾ അടങ്ങി. നായ്ക്കൂടുകളുടെ നേർക്ക് അവൾ കൈവീശി ആംഗ്യം കാട്ടി. സ്റ്റാൻലിയുടെ നായ്ക്കൾ അവളെ അനുസരിക്കുവാൻ ശീലിച്ചു കഴിഞ്ഞിരുന്നു. കറുത്ത ഫിലിം ഒട്ടിച്ചിരുന്നതിനാൽ കാറിനുള്ളിലുള്ളവരെ തിരിച്ചറിയുക എളുപ്പമായിരുന്നില്ല. പ്രൗഢമായി വേഷം ധരിച്ചൊരു സ്ത്രീ കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട് ടാനിയ ആശ്ചര്യപ്പെട്ടു. നല്ല മുഖപരിചയം, ബബിതയുടെ അതേ മുഖഛായ. ഇനി ബബിതയുടെ അമ്മയാണോ? അലീന ചേച്ചിയുടെയും? പക്ഷേ വിളറി വെളുത്തു പരവശിയായി ഏതോ രോഗക്കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് വന്നതുപോലെ. വലിയ കണ്ണുകൾ മാത്രം ആരെയോ തേടുന്നതുപോലെ 4 പാടും ഉഴറുന്നു. പരിക്ഷീണമായ ശബ്ദത്താൽ അവർ ചോദിക്കുകയാണ്, ഇത് സ്റ്റാൻലി ജോസഫിൻ്റെ വീടല്ലേ? അതെ, ആരാ? എൻ്റെ പേര് വൈജയന്തി. ടാനിയയുടെ കണ്ണുകൾ വിടർന്നു. താൻ സംശയിച്ചതുപോലെ തന്നെ. വീണ്ടും ചോദിക്കുകയാണ്, സ്റ്റാൻലി ജോസഫ് ഇല്ല ഇവിടെ? പപ്പ തോട്ടത്തിൽ പോയതാ. എപ്പോഴാ തിരികെ വരിക? ഉടൻ വരും, കയറിയിരിക്കാമല്ലോ അകത്തേക്ക്. ടാനിയ ക്ഷണിച്ചു. പക്ഷേ വൈജയന്തി ശങ്കിച്ചു നിൽക്കുകയാണ്. അല്ല, ബബിതയുടെ അമ്മയല്ലേ ഇത്? എനിക്ക് കണ്ടപ്പോഴേ തോന്നി. വാ, കയറിയിരിക്കേ. ഇത് പറയുമ്പോഴാണ് എൽസമ്മയ്ക്ക് ആളെ ശരിക്കും പിടികിട്ടിയത്. തൻ്റെ ജീവിതത്തിൻ്റെ മേൽ കരിനിഴൽ വീഴ്ത്തിയ പ്രതിയോഗിയെ എന്ന പോലെ എൽസമ്മ വൈജയന്തിയെ ഒന്ന് നോക്കി. ഉടനെ വൈജയന്തി പറയുകയാണ്, ഇല്ല, ഇരിക്കുന്നില്ല. തോട്ടം ഇവിടെ അടുത്താണോ? ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. ടാനിയ പപ്പയുടെ തോട്ടത്തിലേക്കുള്ള വഴിയുടെ ഒരു ലഘു വിവരണം നൽകി. പപ്പയുടേത് ഒരു മിലിറ്ററി ജീപ്പാ, കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അലീന ചേച്ചിയെ ഞാൻ വിളിക്കണോ? ടാനിയ അലീനയെ വിളിക്കാൻ വേണ്ടി തിരിഞ്ഞതും സിറ്റൗട്ടിലേക്കുള്ള വാതിലിൽ അലീന നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. അവൾ അത്ഭുത സ്തബ്ധയായി പോയിരുന്നു. വൈജയന്തിയുടെ നോട്ടം 2 നിമിഷത്തിനുള്ളിൽ അവളുടെ മേൽ വന്നു. അടുത്ത നിമിഷം വൈജയന്തി പിന്തിരിഞ്ഞ് ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറി. അലീന സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും വൈജയന്തി കാർ അല്പം പിൻപോട്ടെടുത്ത് തിരിച്ചു കഴിഞ്ഞു. അലീന കാറിൻ്റെ പിൻപിലേക്ക് ഓടി വന്നു. കാർ അപ്പോഴേക്ക് നീങ്ങിത്തുടങ്ങി. ടാനിയ അവളോട് പറയുകയാണ്, പപ്പയെ കാണാൻ വന്നതാ, ഭയങ്കര തിടുക്കത്തിലാ. ഞാൻ തോട്ടത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. അലീനയുടെ മുഖം ചുവന്നു തുടുത്തു. ഹൃദയം ത്രസിച്ചു വിങ്ങി. ഇപ്പോൾ പൊട്ടുമെന്ന് തോന്നി. അവൾ ഉടൻ തന്നെ മൊബൈൽ ഫോണിൽ സ്റ്റാൻലിയെ വിളിച്ചു. കോള് കണക്റ്റായ ഉടൻ തന്നെ ചോദിക്കുകയാണ്, പപ്പ എവിടെയാണ്? ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ്? പപ്പയെ അന്വേഷിച്ച് അമ്മ വരുന്നുണ്ട്. ആര്? വൈജയന്തിയോ? അതെ പപ്പ, ഒരു ചുവന്ന മാരുതി കാറിലാണ് വരുന്നത്. അപ്പോഴേക്കും അലീനയുടെ ഒച്ചയിടറുകയും കണ്ണ് നിറയുകയും ചെയ്തു. മറുവശത്ത് പ്രതികരണമൊന്നുമില്ല. പപ്പ സ്തംഭിച്ചു പോയി കാണുമെന്ന് അലീനയ്ക്ക് തോന്നി. അല്പം കഴിഞ്ഞ് മറുപടി വരികയാണ്, ഓക്കെ, നീ സമാധാനമായിരിക്കും, ഞാൻ നോക്കിക്കൊള്ളാം. തുടർന്ന് കോൾ മുറിഞ്ഞു. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ താഴ്വാരത്തെ ചുറ്റിപ്പോകുന്ന വീതി കുറഞ്ഞൊരു ടാർ റോഡ്. റോഡിനു താഴെ ഓരോരോ കാലങ്ങളിൽ മലമുകളിൽ നിന്നും അടർന്നു വീണതെന്ന് തോന്നിക്കുന്ന ഭീമാകാരമായ കരിമ്പാറകൾ. അവയ്ക്കിടയിലൂടെ വല്ലാതെ ഒച്ച വെച്ചൊഴുകുന്ന ഇടുങ്ങിയ പുഴ. റോഡിൽ അവിടവിടെ മഞ്ഞ വെയിൽക്കളങ്ങൾ.
വൈജയന്തിയുടെ കാറിനും ഇതേ റബ്ബർ ചില്ലകൾ നിഴൽ ചിത്രങ്ങൾ എഴുതി മായ്ച്ചുകൊണ്ടിരുന്നു. വളവ് തിരിഞ്ഞപ്പോൾ മലമടക്കിനപ്പുറത്തെ പാതയിലൂടെ മിലിറ്ററി ജീപ്പ് വരുന്നത് വൈജയന്തി കണ്ടു. ഹൃദയം നിലച്ചതുപോലെ അവൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. സ്റ്റാൻഡി തീരെ പതുക്കെയാണ് ജീപ്പ് ഓടിച്ചു വരുന്നത്. അലീന അടയാളം പറഞ്ഞു കൊടുത്തിരുന്നതിനാൽ വൈജയന്തിയുടെ കാർ അയാൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അത് റോഡിന്റെ വശത്ത് ഒതുക്കി നിർത്തിയിരുന്നു. സ്റ്റാൻലി ഇപ്പുറത്ത് ജീപ്പ് നിർത്തി, പക്ഷെ ഇറങ്ങിയില്ല. വൈജയന്തി ഡോർ തുറന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ സ്റ്റാൻലിയും ഇറങ്ങി. കാർ കിടക്കുന്നിടത്ത് ഒരു തണലുണ്ടായിരുന്നു. സ്റ്റാൻലി അങ്ങോട്ട് നടന്നു ചെന്നു. ഇവിടെ മുഖം മൂടികൾ വേണ്ട, പരിചയപ്പെടുത്തുവാൻ ആളുകളില്ല. ഒരു സ്നേഹവസന്തത്തിന്റെ സ്മരണകൾ നൽകുന്ന നൊമ്പരത്തിലും താരള്യത്തിലും മുഴുകി അവർ പരസ്പരം നോക്കി നിമിഷങ്ങളോളം നിശബ്ദരായി നിന്നു. സ്റ്റാൻലി ഓർക്കുകയാണ്, താൻ കുറച്ചു നാളുകൾക്ക് മുൻപ് കണ്ട ഔദധ്യവും ഗർവവും കാപട്യവും നിറച്ച മുഖമായിരുന്നില്ല അത്. ആരോ പിച്ചി ചീന്തി നിലത്തിട്ട് ചവിട്ടിത്തേച്ച അപമാനിതയായൊരു മുഖം. അവൾ വിളിക്കുകയാണ്, ലാലിച്ച. 24 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാൻലി വീണ്ടും ആ വിളി കേട്ടു. അയാളുടെ കൈത്തണ്ടകളിൽ രോമക്കുത്തുകൾ തരിച്ചുണർന്നു. എനിക്കൊരു സത്യം അറിയണം. വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല. വേറെ ആരും എന്നോട് പറയുകയും വേണ്ട. സ്റ്റാൻലിക്ക് മനസ്സിലായി. അയാളുടെ നെഞ്ചിൽ അവളോടുള്ള അലിവും കാരുണ്യവും നിറഞ്ഞു തുളുമ്പി. വൈജയന്തി ചോദിക്കുകയാണ്, ലാലിച്ച, നമ്മുടെ മകൾ, അവൾ ജീവിച്ചിരിപ്പുണ്ടോ? ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് വേദനയുടെ പ്രകമ്പനം പോലെ ആ ചോദ്യം അയാളുടെ മുൻപിൽ പിടഞ്ഞു വീണു. ഉവ്വ്, ജീവിച്ചിരിക്കുന്നു. വൈജയന്തിയുടെ ഹൃദയം ഒന്ന് കുതിച്ചു പിടഞ്ഞു. അത് അലീനയാണോ ലാലിച്ച? സ്റ്റാൻലി ശ്വാസമെടുത്തു. എന്നിട്ട് പറയുകയാണ്, അതെ. അയാൾ കനിവോടെ മെല്ലെ ശിരസ്സനക്കി. അതിശൈത്യമുള്ളൊരു ഹിമക്കാറ്റടിച്ച പോലെ വൈജയന്തി ഒന്ന് കുളിർന്നു വിറച്ചു. അവളുടെ ഉടൽ ചൂളി ചുരുങ്ങി. അഗാധ വേദനയുടെ അനേകായിരം നൂലുകൾ അവളുടെ മുഖത്ത് വലിഞ്ഞു മുറുകി. അടുത്ത നിമിഷം വൈജയന്തി പൊട്ടിക്കരഞ്ഞു. നെഞ്ച് തകർന്ന് അവൾ താഴെ വീണേക്കുമെന്ന് സ്റ്റാൻലിക്ക് തോന്നി. വൈജയന്തിയുടെ വിരൽത്തുമ്പുകൾ പോലും വിറകൊള്ളുന്നത് സ്റ്റാൻലിക്ക് കാണാമായിരുന്നു. അവളുടെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റും കാണാം. അവൾ വീണു പോകരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. വളരെ അടുത്താണെങ്കിലും പരസ്പരം ഒന്ന് തൊടാനോ ആശ്വസിപ്പിക്കുവാനോ താങ്ങിപ്പിടിക്കുവാനോ കഴിയാത്ത വിധം ഇരു കരകളിലാണ് തങ്ങൾ നിൽക്കുന്നത്. നടുവിൽ സ്നേഹസ്മരണകളുടെ തീവ്രവേദനയുടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. വൈജയന്തി സാരിത്തലപ്പ് കഴുത്തിലൂടെ ചുറ്റിപ്പുതച്ചു. അന്ധയെപ്പോലെ വേച്ച് കാറിന്റെ ഡോർ ഹാൻഡിൽ എവിടെയാണെന്നറിയാതെ അങ്ങിഞ്ഞു പരതി. സ്ഥലകാലബോധവും ഓർമ്മയും വീണ്ടെടുക്കാനെന്നോണം വൈജയന്തി അല്പനേരം നിന്നു. പിന്നെ ഡോർ തുറന്ന് സീറ്റിലേക്കിരുന്നു. ഡോർ അടച്ചു. കറുത്ത ഗ്ലാസ്സിലൂടെ അകത്ത കാഴ്ച വ്യക്തമല്ലെങ്കിലും സ്റ്റിയറിംഗ് വീലിലേക്ക് കമിഴ്ന്നു കിടക്കുന്ന ഒരു ദുർബല രൂപം സ്റ്റാൻലി കണ്ടു. അവൾക്ക് ഉടനെ ഒന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലെന്ന് തീർച്ചയുണ്ടായിരുന്നതിനാൽ അയാൾ ആ കാറിനരികെ തന്നെ ചേർന്ന് നിന്നു. കാറിനു മീതെ തൻ്റെ ഇടത് കൈത്തലം ചേർത്തു വെച്ചു. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് അയാൾക്കറിയില്ല. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നിൽക്കുവാൻ സ്റ്റാൻലിക്ക് കഴിയുമായിരുന്നു. എപ്പോഴോ കാർ സ്റ്റാർട്ടായപ്പോൾ അയാൾ കാറിനു മീതെ നിന്നും തൻ്റെ കൈയെടുത്തു. കാറിൻ്റെ ചില്ല് താണു. വൈജയന്തി അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ മുഖത്ത്, കണ്ണുകളിൽ തകർന്ന ദയനീയമായ വേദനയിൽ കുതിർന്ന ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. അതൊരു യാത്രാമൊഴിയായിരുന്നു. അതിൽ സ്നേഹം വറ്റിപ്പോയൊരു നദിയും കൃതജ്ഞത വരണ്ടു കിടക്കുന്നൊരു മരുഭൂമിയും അയാൾ കണ്ടു. മെല്ലെ കറുത്ത ചില്ലുയർന്നു. അത് മറഞ്ഞു. കാറിന്റെ ചക്രങ്ങൾ ഉരുളുവാൻ തുടങ്ങി. അത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. കണ്ണിൽ നിന്നും കാർ മറഞ്ഞിട്ടും ആ കാഴ്ച മായാതെ സ്റ്റാൻലി വീണ്ടും അവിടെ തന്നെ നിന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.